അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഇവിടെ ഈ ട്രസ്റ്റ് പ്രവർത്തിക്കുന്നത് എന്നത് തീർച്ചയായും അഭിമാനകരമായ ഒരു കാര്യമാണ്. ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയപ്പോഴും വളരെ വിസ്മയിപ്പിക്കുന്ന നിലയിലാണ് നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. 48 വീടുകളോ മറ്റോ പൂർണ്ണമായും ഭാഗികമായും യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞ ഒരു പ്രവർത്തനാനുഭവമാണ് കഴിഞ്ഞ 10 വർഷങ്ങൾക്കിടയിൽ ഈ ട്രസ്റ്റിനുള്ളത് എന്നതാണ്. തീർച്ചയായും അവിശ്വസനീയമായ ഒരു കാര്യമാണ്. ഒരു ചെറിയ ഗ്രാമത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ നേതൃത്വത്തിലുള്ള ഒരു ട്രസ്റ്റ് ഈ കാലയളവിനുള്ളിൽ ഇത്രയും വീടുകൾ നിർമ്മാണം പൂർത്തിയാക്കി കൈമാറി എന്നത് കേരളത്തിലെ ഇത്തരത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മറ്റെല്ലാ സംഘടനകൾക്കും ആവേശം പകരുന്ന ഒന്നാണ്. തീർച്ചയായും നിങ്ങളിൽ നിന്ന് ഊർജവും ആവേശവും ഉൾക്കൊണ്ട് നമ്മുടെ പരിസരങ്ങളിലും സമാനമായ കൂട്ടായ്മകൾ രൂപപ്പെടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വീടുകളുടെ നിർമ്മാണത്തിൽ മാത്രമല്ല, മറ്റൊട്ടേറെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഇതിൻ്റെ സാരഥികൾ എന്നോട് സൂചിപ്പിക്കുകയുണ്ടായി. ഞാനതെല്ലാം ഇവിടെ വിശദീകരിക്കുന്നില്ല. ഇവിടെ ഇപ്പോൾ നമ്മൾ ഒത്തുകൂടിയിട്ടുള്ള ഈ മൈതാനവും ട്രസ്റ്റിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി യാഥാർത്ഥ്യമായതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ ചെയർമാൻ തന്നെയാണ് അല്ലേ ഇതിൻ്റെ സ്ഥലം നൽകിയിട്ടുള്ളത്. അതെല്ലാം അത്ര എളുപ്പത്തിൽ നടക്കുന്നതല്ല. നമ്മുടെ നാട്ടിലെ നിലവിലുള്ള ഭൂമിയുടെ വിലയുമെല്ലാമായി വെച്ച് നോക്കിയാൽ. അപ്പോൾ സമർപ്പിതമായ മനസ്സോടെ ഇത്തരം പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്ന അവിശ്വസനീയമായ ഒരു കൂട്ടായ്മ ഇവിടെ ഉയർന്നു വന്നു എന്നതാണ് പ്രത്യേകത. അത് ഈ കാലഘട്ടത്തിൽ മഹത്തായ സന്ദേശമാണ് നമ്മുടെ സമൂഹത്തിന് നൽകുന്നത്. ചാരിറ്റി പ്രവർത്തനങ്ങൾ തന്നെ ബിസിനസ്സായി മാറുന്ന ഒരു കാലമാണ് നമ്മുടേത്. എത്രയോ ആളുകൾ അളവറ്റ പണം സമ്പാദിക്കുന്നതിനുള്ള ഒരു മേഖലയായി ചാരിറ്റി പ്രവർത്തനങ്ങളെ ഇപ്പം മാറ്റിയിട്ടുണ്ട്. ഞാൻ പ്രത്യേകിച്ച് ആരുടെയും പേര് ഇവിടെ പരാമർശിക്കുന്നില്ല. പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് ചിലരുടെയെങ്കിലും പേര് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ കടന്നു വന്നിട്ടുണ്ടാവും. അത്തരം ആളുകൾ നമ്മുടെ സമൂഹത്തെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിരാലംബരും നിരാശ്രയരുമായ പാവം മനുഷ്യരെ, അസുഖബാധിതരെ, അവരുടെ ഇല്ലായ്മയെ മാർക്കറ്റ് ചെയ്തുകൊണ്ട് ഉദാരമനസ്കരായ മനുഷ്യരിൽ നിന്ന് അളവറ്റ സഹായങ്ങൾ വാങ്ങി അതിൽ നിന്ന് ചെറിയൊരു വിഹിതം ഈ അസുഖബാധിതരായവരും മറ്റുമായ ആളുകൾക്ക് കൊടുത്ത് ബാക്കിയെല്ലാം പോക്കറ്റിലാക്കുന്ന കുറച്ച് ആളുകൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉണ്ട്. അവരെ എനിക്കും നിങ്ങൾക്കൊക്കെ അറിയാം. അത്തരം ആളുകൾക്കിടയിൽ കൂടിയാണ് സമർപ്പിത മനസ്സോടെ ഒരു നാടാകെ ഒരു ട്രസ്റ്റിന്റെ ബാനറിന് കീഴിൽ പ്രതിഫലമായി യാതൊന്നും പ്രതീക്ഷിക്കാതെ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളെ ഏറ്റെടുത്ത് ഈ നാടിന്റെ തന്നെ ഒരു തണലായി മാറുന്നു എന്നതാണ് പ്രത്യേകത. നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് മനുഷ്യസ്നേഹത്തിന്റെ രാഷ്ട്രീയമാണ്. ഇവിടെ വ്യത്യസ്ത രാഷ്ട്രീയ ചിന്താഗതിക്കാരുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരർത്ഥത്തിൽ ലോകത്തിലെ പല സംസ്കാരങ്ങളുടെയും മതദർശനങ്ങളുടെയും എല്ലാം ഉള്ളിലേക്ക് കടന്നാൽ ഈ മനുഷ്യസ്നേഹത്തെ ജ്വലിപ്പിക്കുന്ന ആശയങ്ങൾ, വാക്കുകൾ നമുക്ക് കാണാൻ കഴിയും. ഞാനതൊന്നും ഇവിടെ ഉദ്ധരിക്കുന്നില്ല. മറിച്ച് നാമെല്ലാം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തിന്റെ ഹൃദയം എന്നത് മനുഷ്യസ്നേഹമല്ലാതെ മറ്റൊന്നുമല്ല. ഇപ്പോ എന്താണ് കമ്മ്യൂണിസം, എന്താണ് മാർക്സിസം എന്നൊക്കെ ചോദിച്ചാൽ എത്രയോ മണിക്കൂറുകൾ നമുക്ക് അതിനെ സംബന്ധിച്ച് വിശദീകരിക്കാൻ കഴിയും. സൈദ്ധാന്തിക വിശകലനം, അതിൻ്റെ ദാർശനിക ഭൂമികയെ പരിചയപ്പെടുത്തുക, അതിൻ്റെ തത്വചിന്താപരമായ വശം. പക്ഷേ ഒറ്റ വാക്കിൽ അതെന്താണ് എന്ന് വിശദീകരിക്കേണ്ടി വന്നാൽ അതിൻ്റെ ഉത്തരം മനുഷ്യസ്നേഹമാണ് എന്നതാണ്. മനുഷ്യത്വമാണ്. മനുഷ്യസ്നേഹത്തിൻ്റെ, മനുഷ്യത്വത്തിൻ്റെ, മാനവികതയുടെ രാഷ്ട്രീയ രൂപമാണ് മാർക്സിസം എന്നതാണ് ശരിയായ വ്യാഖ്യാനം. അങ്ങനെയൊരു രാഷ്ട്രീയത്തെ ജീവവായുവായി സ്വീകരിച്ചിരുന്ന മഹാനായ ഒരു വ്യക്തിത്വത്തിന്റെ സ്മരണാർത്ഥമാണ് ഈ ട്രസ്റ്റ് രൂപം കൊണ്ടിട്ടുള്ളത് എന്നതുകൊണ്ട് തന്നെ
ആ മനുഷ്യ സ്നേഹത്തിൽ അധിഷ്ഠിതമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുക എന്നത് നിങ്ങളുടെ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വമാണ് നിങ്ങൾ ഇവിടെ നിർവഹിക്കുന്നത്. സത്യത്തിൽ ലോകത്തിലെ ആയിരത്താണ്ടുകൾ പഴക്കമുള്ള പല ദർശനങ്ങളും മുൻപോട്ട് വെക്കുന്നതും അടിസ്ഥാനപരമായി മനുഷ്യ സ്നേഹത്തെ. ലോകത്തിലെ എല്ലാ സാഹിത്യകാരന്മാരും അവരുടെ കൃതികളിൽ പ്രതിഫലിപ്പിച്ചിട്ടുള്ളതും ഈ മനുഷ്യ സ്നേഹത്തിന്റെ തത്വശാസ്ത്രത്തെയാണ്. ചിലിയിലെ കാവ്യവസന്തം എന്നറിയപ്പെടുന്ന മഹാനായ കവിയായിരുന്നു പാബ്ലോ നെരൂദ. അദ്ദേഹം ഒരു ഘട്ടത്തിൽ ചിലിയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി മാറി. അദ്ദേഹത്തിന് പാർട്ടി മെമ്പർഷിപ്പ് കിട്ടി. പാർട്ടി അംഗത്വം കിട്ടിയ സമയത്ത് തന്റെ മനസ്സിലുണ്ടായ മാറ്റം, ആ മാറ്റത്തെ സംബന്ധിച്ച് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം ഒരു കവിത എഴുതി. ആ കവിതയുടെ പേര് തന്നെ എന്റെ രാഷ്ട്രീയ പാർട്ടിക്ക് എന്നാണ്. താൻ അംഗമായി മാറിയ രാഷ്ട്രീയ പാർട്ടിയോടുള്ള ആദരവ് പ്രകടിപ്പിക്കുന്ന കവിതയാണ്. ആ കവിതയിലെ എല്ലാ വരികളും ഇവിടെ വിശദീകരിക്കാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ആ കവിതയുടെ ആദ്യത്തെ വരി അതിങ്ങനെയാണ്: അറിയപ്പെടാത്ത മനുഷ്യരുമായി നീ എനിക്ക് സാഹോദര്യം നൽകി. ആരാണ് അറിയപ്പെടാത്ത മനുഷ്യർ? ഇവിടെ ഇപ്പൊ ഒത്തുകൂടിയിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് എല്ലാവരും പരസ്പരം അറിയുന്നവരായി, ഒരു കുടുംബം പോലെ കഴിയുന്നവരായി. പക്ഷെ നിങ്ങൾ ഇവിടെ നിന്ന് മഞ്ചേരി ടൗണിലേക്ക് പോയാൽ കണ്ടുമുട്ടുന്നവരിൽ ചിലരെങ്കിലും പരിചയമില്ലാത്തവരായി. നിങ്ങൾ തിരുവനന്തപുരത്തോ ഡൽഹിയിലോ അമേരിക്കയിലോ ആണ് പോകുന്നതെങ്കിലോ ഒരു വേള ചുറ്റുമുള്ള പുരുഷാരത്തിൽ ഒരാൾ പോലും നമുക്ക് പരിചയമുള്ള ആളുണ്ടാവില്ല. ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്തവർ, ഒരു വാക്കുപോലും ഉരിയാടിയിട്ടില്ലാത്തവർ, ഈ ഭൂഗോളത്തിന്റെ പല ഭാഗങ്ങളിലായി ചിതറിക്കിടക്കുന്ന മനുഷ്യർ, പല നിറങ്ങളിൽപ്പെട്ടവർ, പല ഭാഷ പറയുന്നവർ, പല നാഗരികതകളെ പ്രതിനിധീകരിക്കുന്നവർ. പക്ഷേ ഇങ്ങനെയെല്ലാമുള്ള കോടാനുകോടി വരുന്ന ഈ മഹാപ്രപഞ്ചത്തിലെ മനുഷ്യർ അവരെല്ലാം എന്റെ സ്വന്തം സഹോദരങ്ങളാണ് എന്ന ബോധ്യം എനിക്ക് പകർന്നു നൽകി എന്നാണ്. നീ എന്ന് പറയുന്നത് ചിലിയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അപ്പോ ചിലിയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി മാറിയപ്പോൾ പാബ്ലോ നെരൂദ എന്ന ലോകമറിയപ്പെടുന്ന മഹാനായ 1971 തോന്നുന്നു സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനത്തിന് അർഹനായ മഹാനായ കവിയാണ് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായി മാറിയപ്പോൾ തന്റെ മനസ്സിലുണ്ടായ മാറ്റം, ആ മാനസികമായ പരിവർത്തനത്തെ സാക്ഷ്യപ്പെടുത്തിയതാണ്. ലോകത്തിലെ സകല മനുഷ്യരും, അപരിചിതരായ മനുഷ്യരെല്ലാം സ്വന്തം കൂടപ്പിറപ്പുകളാണെന്ന ബോധ്യം എനിക്കുണ്ടായി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമുക്കങ്ങനെ ഒരു ബോധ്യം ഉണ്ടോ? പറയുമ്പോൾ നമ്മളൊക്കെ പാർട്ടിക്കാരായിരിക്കും. പക്ഷെ നമ്മളൊരു സ്വയം വിമർശനപരമായി പരിശോധിക്കണം. ലോകത്തിലെ സകല മനുഷ്യരും നമ്മുടെ സഹോദരങ്ങളാണ് എന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. അങ്ങനെ ചിന്തിക്കാൻ കഴിയേണ്ടതാണ്. അങ്ങനെ ചിന്തിക്കാൻ കഴിയുമ്പോഴാണ് ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ ഒരു മനുഷ്യൻ വേദനിക്കുന്നു എന്ന വാർത്ത കേൾക്കുമ്പോൾ ആ വേദനിക്കുന്നത് സ്വന്തം സഹോദരനാണെന്ന തിരിച്ചറിവിൽ ആ വേദന തന്റേതു കൂടിയാണ് എന്ന് തിരിച്ചറിയാനാവും. മഹാനായ കൃഷ്ണവാര്യർ, NV കൃഷ്ണവാര്യർ, പണ്ട് മാതൃഭൂമിയുടെ ഒക്കെ പത്രാധിപരായിരുന്ന ആളാണ്. കൃഷ്ണവാര്യർ ആഫ്രിക്ക എന്നൊരു കവിത എഴുതിയിട്ടുണ്ട്. ആ കവിതയിലെ ഒരു വരി ഇങ്ങനെയാണ്: ആഫ്രിക്കയിലെ കറുത്ത വർഗ്ഗക്കാർ അനുഭവിക്കേണ്ടി വരുന്ന കൊടിയ യാതനകളെ കുറിച്ച് വിശദീകരിക്കുന്നതാണ്. അദ്ദേഹം എഴുതുന്നു: എങ്ങു മനുഷ്യനു ചെങ്ങല കൈകളിൽ അങ്ങൻ കയ്യുകൾ നൊന്തിടുകയാണ്, എങ്ങോ മർദ്ദനം അവിടെ പ്രഹരം വീഴുവതെന്റെ പുറത്താകുന്നു. എങ്ങു മനുഷ്യനു ചെങ്ങല കൈകളിൽ അങ്ങൻ കയ്യുകൾ നൊന്തിടുകയാണ്. ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ ഒരു മനുഷ്യനെ ചെങ്ങലയിൽ ബന്ധിച്ചിരിക്കുന്നുവെങ്കിൽ വേദനിക്കുന്നത് എന്റെ കൈകളാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ ഏതെങ്കിലും ഒരിടത്ത് കറുത്ത വർഗ്ഗക്കാരനായ ഒരു കാപ്പിരിയുടെ മുതുകിൽ ചാട്ടവാർ ആഞ്ഞു പതിക്കുമ്പോ വേദന കൊണ്ട് പുളയുന്നത് അടി ഏറ്റുവാങ്ങിയ അടിമ മാത്രമല്ല, 7 കടലുകൾക്കും ഇക്കരയിരിക്കുന്ന ഈ കൊച്ചു കേരളത്തിലെ ഓരോ മലയാളിയും ആ വേദന ഏറ്റുവാങ്ങുന്നു എന്നാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അതിന്റെ പേരാണ് മനുഷ്യത്വം, സാഹോദര്യം, മാനവികത. ഇത് കൃഷ്ണവാര്യര് മാത്രമല്ല, മഹാനായ കുമാരനാശാൻ എഴുതിയിട്ടുണ്ട്: അന്യജീവൻ ഉതകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ എന്നാണ്.
എന്നുവെച്ചാൽ മറ്റുള്ളവരെ സഹായിക്കുക, അന്യജീവൻ ഉതകി സ്വജീവിതം ധന്യമാക്കും അമലെ വിവേകികൾ. നമ്മുടെ ജീവിതം ധന്യമാകുന്നത് എപ്പോഴാണ്? അതാണ് നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത് എപ്പോഴാണ്? വയറ് നിറയെ ഭക്ഷണം കഴിക്കുമ്പോഴാണ്. ഭക്ഷണം കഴിക്കലൊക്കെ അത്യാവശ്യമാണ്, പക്ഷെ അതാണോ ജീവിതത്തിന് അർത്ഥമുണ്ടാവുക? നമ്മുടെ ജീവിതം അർത്ഥപൂർണമായി മാറുന്നത് എപ്പോഴാണ്? അതിന് ആശാൻ പറയുന്ന മറുപടി അന്യജീവൻ ഉതകുമ്പോഴാണ്. മറ്റു മനുഷ്യർക്കൊരു താങ്ങായി നിൽക്കുമ്പോൾ, ആശ്രയമായി നിൽക്കും, മറ്റുള്ളവർക്ക് ആശ്വാസമായി നമ്മുടെ ജീവിതം മാറുമ്പോൾ. ഇത് ആശാനും പാബ്ലോ നെരൂദയും NV കൃഷ്ണവാര്യരും മാത്രമല്ല, ലോകത്തിലെ മഹാരഥന്മാരായ എഴുത്തുകാരും ചിന്തകരും രാഷ്ട്രതന്ത്രജ്ഞരുമെല്ലാം പലതരത്തിൽ ആവർത്തിച്ചിട്ടുള്ളൊരു കാര്യമാണ്. മഹാനായ കാറൽ മാർക്സ് സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത്, അദ്ദേഹത്തിന് 15 വയസ്സ് പ്രായമുള്ളപ്പോൾ, അദ്ദേഹത്തിന്റെ ക്ലാസ് ടീച്ചർ ക്ലാസ്സിലെ കുട്ടികളോടായി, നിങ്ങൾക്ക് ഭാവിയിൽ ആരാകണം, എന്താണ് നിങ്ങളുടെ ആഗ്രഹം? ഇപ്പൊ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളോട് നിങ്ങൾക്ക് ഭാവിയിൽ ആരാകാനാണ് ആഗ്രഹം എന്ന് ചോദിച്ചാൽ അവർക്ക് അവരുടേതായ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാവും. ടീച്ചർ ചോദിക്കുന്നു, നിങ്ങൾക്ക് ഭാവിയിൽ ആരാവണം? അപ്പോ കടലാസിൽ അത് എഴുതാൻ കുട്ടികളോട് പറയും. ഓരോ കുട്ടിയും എഴുതി, ഡോക്ടറാവണം, ശാസ്ത്രജ്ഞനാവണം, സാഹിത്യകാരനാവണം, തത്വചിന്തകനാവണം എന്നൊക്കെ എഴുതുക. മാർക്സ് എഴുതിയത് ലോകത്തിലെ ഏറ്റവും ആഹ്ലാദവാനായ മനുഷ്യനാവണം, എനിക്ക് ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള മനുഷ്യനാവണം എന്നാണ് എഴുതിയത്. പിൽക്കാലത്ത് മാർക്സ് അത് വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം ചോദിക്കുന്നു, ആരാണ് ലോകത്തിലെ ഏറ്റവും സന്തോഷവാനായ മനുഷ്യൻ? ലോകത്തിലെ ഏറ്റവും ആഹ്ലാദമുള്ളത് ആർക്കാണ്? ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായിരിക്കുമോ ഏറ്റവും ആഹ്ലാദം അനുഭവിക്കുന്നത്? അങ്ങനെ ആവാൻ സാധ്യതയില്ല എന്ന് അദ്ദേഹം തന്നെ വിശദീകരിക്കുന്നുണ്ട്. ലോകത്തിലെ എല്ലാ സമ്പന്നന്മാരും ഏതു നിമിഷാർത്ഥത്തിലാണ് തന്റെ സമ്പത്ത് തകർന്നു പോവുക എന്നോർത്ത് ഉത്കണ്ഠാകുലരായി ഇരിക്കാനാണ് സാധ്യത എന്നാണ് പറയുന്നത്. പിന്നെ ആരാണ് ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായ മനുഷ്യനായിരിക്കുന്നു? അതിനും സാധ്യതയില്ല. എല്ലാ പ്രശസ്തരും ഏത് നിമിഷത്തിലാണ് തന്റെ പ്രശസ്തിക്ക് മങ്ങലേൽക്കുക എന്ന ചിന്തയാൽ അസ്വസ്ഥരായിരിക്കാനാണ് ഇട. പിന്നെ ആരാണ് ലോകത്തിൽ ഏറ്റവും ആഹ്ലാദം അനുഭവിക്കുന്ന മനുഷ്യൻ? അതിന് മാർക്സ് തന്നെ നൽകുന്ന വിശദീകരണം, മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടപ്പെടാൻ കഴിയുന്നവനാരോ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാനും കഴിയുന്നവരാരോ, അവരാണ് ലോകത്തിലെ ഏറ്റവും ആഹ്ലാദവാനായ മനുഷ്യൻ. ജീവിതം എന്നത് നമുക്കുള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒന്നല്ല. നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്കിടയിലും സ്വന്തം വീടിന്റെ ചുവരുകൾക്കുള്ളിലും മാത്രം തീർന്നു പോകേണ്ട ഒന്നല്ല ജീവിതം. നമുക്ക് ചുറ്റുമുള്ള അസംഖ്യം മനുഷ്യർ, നമ്മുടെ സഹജാതർ, അതിൽ ഒരുപാട് പേർ നമ്മളുടെ പിന്തുണ അർഹിക്കുന്നവരാണ്. അവരെ കൂടി ചേർത്ത് പിടിക്കാൻ കഴിയുമ്പോഴാണ് നാം എല്ലാം സഹോദരങ്ങളാണ് എന്ന് തിരിച്ചറിയാനാകുമ്പോഴാണ്, പാരസ്പര്യത്തിന്റെ മഹത്തായ കാഴ്ചപ്പാടുമായി ലോകത്തെയും ജീവിതത്തെയും സമീപിക്കാൻ കഴിയുമ്പോഴാണ് നമ്മളെല്ലാം മനുഷ്യർ എന്ന വാക്കിന് അർഹത നേടുക. ഇന്ന് ലോകം മനുഷ്യത്വത്തിന്റെയും മാനവികതയുടെയും ആശയങ്ങൾ കൂടുതൽ കരുത്തോടെ ഉയർത്തിപ്പിടിക്കേണ്ട ഒരു ഘട്ടമാണ്. ഇപ്പോ പലസ്തീനിലെ മനുഷ്യക്കുരുതിക്കെതിരായി നമ്മളിവിടെ പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നതിന്റെ പിന്നിലുള്ളത് ഈ മാനവികതയുടെ രാഷ്ട്രീയ ബോധ്യമാണ്. നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഗസയിൽ പോയിട്ടുണ്ടോ? അവിടെ കൊല്ലപ്പെടുന്ന മനുഷ്യർ, അവരെ നമ്മൾ അറിയൂ? ഒരു പരിചയമില്ലാത്തവരല്ലേ? എങ്കിലും ആയിരക്കണക്കിന് വരുന്ന കുഞ്ഞുങ്ങൾ അവിടെ കൊല ചെയ്യപ്പെട്ടു എന്ന വാർത്ത കേൾക്കുമ്പോൾ അറിയാതെ നമ്മുടെ മനസ്സ് വിങ്ങിപ്പോകുന്നില്ല, വിതുമ്പിപ്പോകുന്നില്ല. അവിടെ കൊല ചെയ്യപ്പെടുന്ന കുട്ടികൾക്ക് നമ്മുടെ വീട്ടിലെ കുട്ടിയുടെ മുഖഛായയാണ് എന്ന് തിരിച്ചറിയാൻ കഴിയുമ്പോഴാണ് നമ്മൾ മനുഷ്യരായി മാറുന്നത്. അതുകൊണ്ടാണ് പലസ്തീനിലെ മനുഷ്യക്കുരുതിക്കെതിരെ പൊരുതുമ്പോൾ അവിടെ കൊല ചെയ്യപ്പെടുന്നവരും നമ്മുടെ സഹോദരങ്ങളാണ് എന്ന തിരിച്ചറിവ് നമ്മുടെ രാഷ്ട്രീയ ബോധ്യങ്ങളെ കൂടുതൽ തിളക്കമുള്ളതാക്കി തീർക്കുന്നത്. അതാണ് ലോകത്തിന്റെ ഏതെങ്കിലും കോണിൽ
മനുഷ്യൻ പീഡിപ്പിക്കപ്പെടുമ്പോൾ, ആക്രമിക്കപ്പെടുമ്പോൾ, ഒരാൾ വേദനിക്കുമ്പോൾ, ഒരാളുടെ വിലാപം ഉയരുമ്പോൾ അത് സ്വന്തം സഹോദരൻ്റെതാണ് എന്ന തിരിച്ചറിവ്. ആ തിരിച്ചറിവാണ് നമ്മുടെ എല്ലാം ജീവിതത്തെ അർത്ഥപൂർണമാക്കേണ്ടതും നമ്മളെ വഴികാട്ടേണ്ടതും. മറ്റു മനുഷ്യരെ സഹായിക്കാനുള്ള അത്തരം ചിന്തകളുടെ സംഘടിതമായ പ്രയത്നങ്ങളാണ് നിങ്ങളിപ്പോ അണിനിരന്നിട്ടുള്ളത് പോലെയുള്ള ട്രസ്റ്റുകളുടെയും മറ്റും നേതൃത്വത്തിൽ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, വളരെ മഹത്തായ പ്രവർത്തനങ്ങൾക്കാണ് മഹാനായ സൈതാലിക്കുട്ടിയക്കയുടെ പേരിലുള്ള ഈ ട്രസ്റ്റ് നേതൃത്വം കൊടുക്കുന്നത്. നിങ്ങൾ അതിലൂടെ ഉയർത്തിപ്പിടിക്കുന്നത് ഈ മനുഷ്യ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും മാനവികതയുടെയും രാഷ്ട്രീയമാണ്, ദർശനമാണ്, ആ കാഴ്ചപ്പാടാണ്. നമ്മുടെ നാട്ടിൽ വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം പ്രചരിപ്പിക്കാനും മനുഷ്യരെ ഭിന്നിപ്പിക്കാനും ഐക്യം ശിഥിലമാക്കാനും രാജ്യത്തിന്റെ ഭരണകർത്താക്കൾ തന്നെ ശ്രമിക്കുന്ന കാലത്ത് ഇത്തരത്തിലുള്ള ട്രസ്റ്റുകളുടെ പ്രവർത്തനവും അതിനെതിരായ ഒരു രാഷ്ട്രീയ പ്രവർത്തനമായി വികസിക്കുന്നു. മനുഷ്യരെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നവർ അധികാരത്തിലിരിക്കുമ്പോൾ മനുഷ്യരെ ഐക്യപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ വിദ്വേഷത്തിന്റെ രാഷ്ട്രീയത്തിനെതിരായ ഒരു പ്രതിരോധ പ്രവർത്തനം കൂടിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന രാഷ്ട്രീയ ശക്തിക്കെതിരായി ഉയർന്നു വരുന്ന ഏറ്റവും വലിയ വിമർശനം അവരുടെ ഹൃദയ ശൂന്യതയാണ്. അതാണ് വയനാട്ടിൽ നമ്മൾ കണ്ടത്. മുണ്ടക്കൈ, ചൂരൽമല നമ്മുടെ തൊട്ടടുത്ത പ്രദേശമാണ്. നൂറുകണക്കിന് ആളുകളുടെ മൃതശരീരം, ശരീരഭാഗങ്ങൾ ഇവിടെ ചാലിയാർ പുഴയിലൂടെയല്ലേ ഒഴുകി വന്നു. നമ്മുടെ രാജ്യത്തിന്റെ തന്നെ ചരിത്രത്തിൽ സമീപകാലത്ത് ഇങ്ങനെ ഒരു ദുരന്തം നമ്മൾ കേട്ടിട്ടില്ല. കണ്ണടച്ചു തുറക്കുന്ന നേരം കൊണ്ട് ഒരു നാട് ഇല്ലാതെയായി. വീട്ടിൽ കിടന്നുറങ്ങിയിരുന്ന ആളുകൾ, ഓരോ വീടും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുരക്ഷിതമായ ഒരു ഇടമാണ്. സമാധാനത്തോടെ സ്വസ്ഥമായി വീട്ടിൽ ഇരുന്ന മനുഷ്യരാണ് ഒരു നിമിഷാർത്ഥത്തിൽ കഥാവശേഷരായി മാറി. ഒരു നാടേ ഇല്ലാതെയായി മാഞ്ഞുപോയി. നമ്മുടെ രാജ്യത്ത് അങ്ങനെ ഒരു ദുരന്തം ഈ അടുത്ത കാലത്ത് കേട്ടിട്ടേയില്ല. പ്രധാനമന്ത്രി അവിടെ വന്നു. അപ്പൊ പലരും കരുതി പലയിടങ്ങളിലും പ്രധാനമന്ത്രിയൊക്കെ വരുമ്പോൾ ഹെലികോപ്റ്ററിൽ ആകാശ നിരീക്ഷണം നടത്തി മടങ്ങുകയാണ് ചെയ്യും. അങ്ങനെ താഴെ ഇറങ്ങിക്കൊള്ളണം എന്നില്ല. അപ്പൊ പ്രധാനമന്ത്രി വയനാട്ടിൽ വന്ന് ഹെലികോപ്റ്ററിൽ ഒരു വാന നിരീക്ഷണം നടത്തിയിട്ട് പോകും എന്നാണ് കരുതി. പക്ഷെ അദ്ദേഹം അവിടെ ഇറങ്ങി കാൽനടയായി തന്നെ ദുരന്ത ഭൂമിയിൽ കുറച്ച് ദൂരം സഞ്ചരിച്ചു. ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടവർ, ഗൗരവമായി ഗുരുതരമായി പരിക്കേറ്റവർ, അവർ ചികിത്സയിലുള്ള ആശുപത്രിയിൽ പോയി ചിലരെയൊക്കെ കണ്ടു. അപ്പൊ ചില ആളുകൾ പറഞ്ഞു, ഏതായാലും ഈ വലിയ ദുരന്തം വിദ്വേഷത്തിന്റെ രാഷ്ട്രീയത്തിന്റെ നേതൃത്വം നൽകുന്ന സംഘപരിവാർ ആശയങ്ങളുടെ ഭാഗമായി നിൽക്കുന്നയാളാണെങ്കിൽ പോലും ഈ വലിയ ദുരന്തം ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെയും മനസ്സലിയിച്ചിരിക്കുന്നു, കരളലിയിച്ചിരിക്കുന്നു. അദ്ദേഹം ഈ വലിയ ദുരന്തത്തിന്റെ മുന്നിൽ ഒരു പച്ച മനുഷ്യനായി അവിടെ ആശ്വാസവുമായി കടന്നു വന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ആ നാടിനെ പുനർനിർമ്മിക്കുന്നതിന് വേണ്ട പിന്തുണയും സഹായവും ഒക്കെ നൽകും എന്ന്. ഒരു വേള നമ്മുടെ നാട്ടിലെ ആളുകളൊക്കെ കരുതി ഒരു വലിയ ദുരന്തം കണ്ടപ്പോൾ ആ ദുരന്ത മുഖത്ത് മറ്റെന്തൊക്കെ വിയോജിപ്പുകൾ ഉണ്ടെങ്കിലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഏറ്റവും ഉദാരമനസ്കനായി അവിടെ വന്നു. പക്ഷെ പിന്നീടുള്ള അനുഭവം എന്താ? നയാ പൈസ ആ നാടിനെ പുനരുദ്ധരിക്കാൻ വേണ്ടി തന്നില്ല. ഒരു രൂപ പോലും നീക്കിവെക്കാൻ തയ്യാറായി. ദുരന്തബാധിതരായ മനുഷ്യർ മരിച്ചുപോയി. അവരുടെ പേരിലുള്ള കടങ്ങൾ നമ്മുടെ ദേശസാൽകൃത ബാങ്കുകൾ എഴുതിത്തള്ളാൻ തയ്യാറായിട്ടില്ല. നിങ്ങൾ പത്രം വായിച്ചില്ലേ കഴിഞ്ഞ ദിവസം? ഹൈക്കോടതി രൂക്ഷമായ ഭാഷയിൽ പറഞ്ഞിരിക്കുക, കേരള ബാങ്ക് എല്ലാ കടവും എഴുതിത്തള്ളി. എന്നാൽ മലയാളികളുടെ ഏറ്റവും കൂടുതൽ നിക്ഷേപം സ്വീകരിക്കുന്ന ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കുകൾ എന്നറിയപ്പെടുന്ന ദേശസാൽകൃത ബാങ്കും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് നിഷ്പ്രയാസം ചെയ്യാവുന്നു. കഴിഞ്ഞ വർഷം ഇന്ത്യയിലെ കുത്തക കോടീശ്വരന്മാരുടെ 10 ലക്ഷം കോടിയാണ് എഴുതി തള്ളിയത് കടം. 10 ലക്ഷം കോടി. 10 ലക്ഷം കോടി എന്ന് പറഞ്ഞാൽ എഴുതാൻ വലിയ ബുദ്ധിമുട്ടാണ്.
ഇവിടെ പഠിക്കുന്ന കുട്ടികൾ തന്നെ ഒന്ന് വീട്ടിൽ പോയിട്ട് എഴുതി നോക്കൂ. ഇന്ന് 10 ലക്ഷം കോടി. ആദ്യം എഴുതുമ്പോൾ തെറ്റുമെന്ന് ഉറപ്പാണ്. 10 എന്ന് എഴുതിയിട്ട് 12 പൂജ്യം ഇടണം. അപ്പോഴാണ് 10 ലക്ഷം കോടി. 10 ലക്ഷമല്ല, 10 ലക്ഷം കോടി എഴുതിയിട്ടില്ല. എന്നാൽ ദേശസാൽകൃത ബാങ്കുകളിൽ വയനാട്ടിലെ മനുഷ്യർ എടുത്ത ലോൺ ആകെ 30 കോടിയാണ്. അത് എഴുതിത്തള്ളാൻ തയ്യാറാവുന്നില്ല. ഹൈക്കോടതി രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു. 1 രൂപ പോലും വയനാട്ടിലെ ജനങ്ങളെ സഹായിക്കാൻ ഇന്നലെ ടൗൺഷിപ്പിന്റെ നിർമ്മാണം ആരംഭിച്ചു. പൂർണ്ണമായും കേരള ഗവൺമെന്റിന്റെ നേതൃത്വം അവിടെ സഹായിക്കാൻ തയ്യാറായില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം, ഏതു മഹാദുരന്തവും വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ഒരു വർഗീയവാദിയെ മനുഷ്യനാക്കി മാറ്റില്ല. അത് മനുഷ്യൻ എന്ന പ്രയോഗത്തിന് അപ്പുറത്ത് നിൽക്കുന്നവരാണ് എല്ലാ വർഗീയവാദികളും. അതുകൊണ്ട് നമ്മുടെ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ആത്യന്തികമായി എല്ലാവരെയും മനുഷ്യരാക്കി മാറ്റാനുള്ള ഉത്തരവാദിത്വമാണ് ഏറ്റെടുക്കുന്നത്. അത്ര എളുപ്പമല്ല. വർഗീയവാദിയെ മനുഷ്യനാക്കി മാറ്റുക എന്നത് ശ്രമകരമാണ്. ഏറെ ശ്രമകരമാണെങ്കിലും നമ്മുടെ സമൂഹത്തിലും ഉള്ള വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നവർ, മനുഷ്യവംശത്തിന്റെ ശത്രുക്കൾ, വർഗീയവാദികൾ, അങ്ങനെയുള്ളവരെയും ഞങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ മനുഷ്യപ്പറ്റുള്ളവരാക്കി രൂപപ്പെടുത്തിയെടുക്കും എന്ന നിശ്ചയദാർഢ്യത്തോടെ നാം നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത് മുൻപോട്ട് പോവുക. ഒരു നാളെ വരാതിരിക്കില്ല. ആ പ്രതീക്ഷയാണല്ലോ നമ്മളെ നയിക്കുന്നത്. ഒരു നാൾ വരും, ഏതൊരു പാഴ്മുളയും പൂത്തുലയുന്ന ശ്ലീലവസന്തത്തിന്റെ നാളെ. ഏതൊരു കൊടും ക്രൂരനെയും മനുഷ്യനാക്കി മാറ്റുന്ന ഒരു നാളെ വരും. ആ നാളെയെ സ്വപ്നം കാണാനും അങ്ങനെ ഒരു നാളെയിലേക്ക് ഈ സമൂഹത്തെയാകെ നയിക്കാനും നമ്മുടെ ഇന്ന് നമുക്ക് സമർപ്പിക്കാം എന്നതാണ് എല്ലാ സന്നദ്ധ പ്രവർത്തനത്തിന്റെയും ഉള്ളിലുള്ള രാഷ്ട്രീയം. നമ്മുടെ ജീവിതം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ സമയം, അതെല്ലാം നമ്മുടെ സഹജാതരായ സകല മനുഷ്യർക്കുമായി വീതിച്ചു നൽകിക്കൊണ്ട് നമ്മളെല്ലാം സഹോദരങ്ങളാണ് എന്ന ബോധ്യത്തോടെ ഈ നാടിനെ ലോകത്തിലെ ഏറ്റവും നല്ല നാടാക്കി ഞങ്ങൾ മാറ്റും എന്ന വാശിയോടെ നിങ്ങൾക്ക് കൈകോർത്ത് മുന്നേറാനാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടന്നു പോകണം എന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ ഒരു കൊച്ചു മിടുക്കി ഒരു പുസ്തകം എനിക്ക് തരികയുണ്ടായി. അതിനെക്കുറിച്ചാണ് ഇവിടെ അധ്യക്ഷൻ പറഞ്ഞത്. ആ പുസ്തകം വഴിത്തിരിവുകൾ എന്നാണ് പുസ്തകത്തിന്റെ പേര്. അതൊരു നോവലാണ്. അപ്പൊ ഞാൻ അത്ഭുതപ്പെട്ടത്, ഞാൻ അതിന്റെ ആദ്യ പേജ് മറിച്ചു നോക്കിയപ്പോൾ എഴുതിയത് കുട്ടിയാണ് ഇവിടെ വേദിയിൽ വന്നത്. ഷഹല ഇ. അപ്പൊ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അത് തീർത്തും അവിശ്വസനീയമായ ഒരു കാര്യമാണ്. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഒരു നോവൽ എഴുതിയിരിക്കുന്നു. അത് അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമായിരുന്നു. അതുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും കൂടി വേണ്ടി ഞാൻ നിങ്ങളുടെ സമ്മതമില്ലാതെ നിങ്ങളുടെ പ്രാതിനിധ്യം അവകാശപ്പെട്ടുകൊണ്ട് ആ കൊച്ചു മിടുക്കിയെ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. എഴുത്തിന്റെ ആകാശങ്ങൾ കീഴടക്കാനും നാളെ ലോകം അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരിയായി മാറാനും ഷഹലയ്ക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം ഇവിടെ നിങ്ങളൊരു ദുരന്ത നിവാരണ സേന എന്ന പോലെ ഒരു ബ്രിഗേഡ് രൂപീകരിക്കുന്നതായിട്ടാണ് പറഞ്ഞത്. പ്രകൃതിക്ഷോഭങ്ങളോ മറ്റ് അത്യാഹിതങ്ങളോ സംഭവിക്കുമ്പോൾ അതിൽ പരമാവധി അതിന്റെ ആഘാതം കുറച്ച് ആളുകളെ രക്ഷിച്ചെടുക്കാൻ പ്രത്യേക പരിശീലനം സിദ്ധിച്ച കർമ്മഭടന്മാരായ ഒരു സംഘത്തെ തയ്യാറെടുക്കുകയാണ്. അതെല്ലാം ഈ അനൽപമായ മനുഷ്യ സ്നേഹത്തിന്റെ തെളിവാണ്. അപ്പോൾ നമ്മുടെ നാടിനെ ഈ ബ്രിഗേഡിന്റെ കരങ്ങളിൽ സുരക്ഷിതമായി നമുക്കെന്നും കാത്തു സൂക്ഷിക്കാനാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആ ബ്രിഗേഡിൽ അണിനിരന്നിട്ടുള്ളവരെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. നിങ്ങൾക്ക് നാളെ ഈ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ സംസ്ഥാനത്തിന്റെയും അതിർത്തികൾക്കപ്പുറത്ത് പെരുമ്പലമെന്ന ഈ കൊച്ചു ഗ്രാമം കൂട്ടായ്മയുടെയും നന്മയുടെയും സാഹോദര്യത്തിന്റെയും മനുഷ്യസ്നേഹത്തിന്റെയും മണ്ണായി അറിയപ്പെടട്ടെ. നിങ്ങളുടെ വരും തലമുറകൾ നിങ്ങളെ ഓർത്ത് അഭിമാനിക്കുന്ന കാലം വരും എന്ന് തീർച്ചയായും വിശ്വസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള ആഹ്ലാദം ഒരിക്കൽ കൂടി പങ്കുവെക്കുന്നു. നന്ദി.